നിഷ്കളങ്കമായ ഭക്തിയാണ് ഭഗവാനോടുള്ള സമർപ്പണം എന്നതിന് ഉദാഹരണമാണ് കണ്ണപ്പ നായനാർ. ശിവനോടുള്ള ഭക്തിയാൽ സ്വന്തം കണ്ണ് ചൂഴ്ന്നെടുത്ത് ഭഗവാന് സമർപ്പിച്ച വ്യക്തിയാണ് ഭക്ത കണ്ണപ്പൻ. 63 നായന്മാർകളിൽ ഒരാളായ ഇദ്ദേഹത്തിന്റെ ആദ്യ നാമം തിണ്ണൻ എന്നായിരുന്നു. വേട്ടക്കാരുടെ ഗോത്രത്തിൽ ജനിച്ച ഇദ്ദേഹം കാട്ടിൽ വേട്ടയ്ക്ക് പോകുമ്പോൾ ഒരു ശിവലിംഗം കാണാനിടയായി. ശിവലിംഗം കണ്ട മാത്രയിൽ തിണ്ണന്റെ ഉള്ളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. ശിവനോട് ആഴത്തിൽ ഭക്തിയും സ്നേഹവും തോന്നിയ തിണ്ണൻ ശിവലിംഗത്തെ പൂജിക്കാൻ തീരുമാനിച്ചു. എന്നാൽ പാരമ്പര്യമായി പിന്തുടർന്നു വരുന്ന പൂജാരീതികളോ ആചാരങ്ങളോ ഒന്നും തന്നെ തിണ്ണൻ അറിയില്ലായിരുന്നു. കാട്ടിൽ വേട്ടയാടി ജീവിച്ച തിണ്ണന് ഭഗവാനോടുള്ള ഭക്തി മാത്രമായിരുന്നു പൂജാദ്രവ്യമായി ഉണ്ടായിരുന്നത്. കാട്ടിൽ നിന്നും വേട്ടയാടിയ മൃഗങ്ങളുടെ ഇറച്ചി ഭഗവാന് സമർപ്പിച്ചു. വെള്ളം ശേഖരിച്ചു കൊണ്ടുവരാൻ മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ അടുത്തുള്ള അരുവിയിൽ നിന്നും സ്വന്തം വായിൽ ജലം നിറച്ചു കൊണ്ടുവന്ന് ശിവലിംഗത്തിന് അഭിഷേകം ചെയ്തു. കാട്ടുപൂക്കളാൽ ശിവലിംഗം അലങ്കരിച്ചു. ഇറച്ചി ഭഗവാന് സമർപ്പിക്കുന്നതിന് മുൻപ് തിണ്ണൻ അത് ഭക്ഷിച്ചു നോക്കി അതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്തായിരുന്നു ശിവന് നൽകിയിരുന്നത്. അങ്ങനെ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും മികച്ചത് ഭഗവാന് സമർപ്പിച്ചു. ഇത്തരത്തിൽ തിണ്ണൻ പൂജകൾ തുടരവേ ഒരു ദിവസം ശിവലിംഗത്തിന്റെ ഒരു കണ്ണിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി. ഇത് കണ്ട തിണ്ണൻ ആവലാതിയോടെ കാട്ടിലെ പച്ചമരുന്നുകൾ അരച്ച് ലിംഗത്തിന്റെ കണ്ണിൽ വെച്ചു. എന്നിട്ടും രക്തം നിന്നില്ല. പെട്ടെന്ന് തിണ്ണൻ തന്റെ ഒരു കണ്ണ് ചൂഴ്ന്നെടുത്ത് ശിവലിംഗത്തിന്റെ കണ്ണിൽ വെച്ചു. അത്ഭുതം എന്നോണം രക്തസ്രാവം നിന്നു. ഇത് കണ്ട് തിണ്ണൻ അത്യധികം സന്തോഷിച്ചു. പക്ഷേ കുറച്ചു സമയത്തിനുള്ളിൽ ശിവലിംഗത്തിന്റെ അടുത്ത കണ്ണിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. തിണ്ണൻ മറ്റൊന്നും ആലോചിക്കാതെ തന്റെ രണ്ടാമത്തെ കണ്ണും ചൂഴ്ന്നെടുക്കാൻ ഒരുങ്ങി. എന്നാൽ കാഴ്ചയില്ലാതായാൽ തന്റെ കണ്ണ് എങ്ങനെ ശിവലിംഗത്തിന്റെ യഥാസ്ഥാനത്ത് വെക്കും എന്ന് ചിന്തിച്ച തിണ്ണൻ കാലിന്റെ പെരുവിരൽ ലിംഗത്തിന്റെ കണ്ണിന്റെ സ്ഥാനത്ത് ചവിട്ടി പിടിച്ചുകൊണ്ട് അടയാളം രേഖപ്പെടുത്തി. എന്നിട്ട് കണ്ണ് ചൂഴ്ന്നെടുക്കാൻ ഒരുങ്ങി. തിണ്ണന്റെ തീവ്രവും നിഷ്കളങ്കവുമായ ഭക്തിയിൽ സംപ്രീതനായ മഹാദേവൻ തിണ്ണന് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും അവന് കാഴ്ചശക്തി നൽകുകയും ചെയ്തു. ശിവന് കണ്ണ് നൽകിയതിനാൽ തിണ്ണൻ പിന്നീട് കണ്ണപ്പൻ എന്നറിയപ്പെടാൻ തുടങ്ങി. മോക്ഷപ്രാപ്തി കൈവരിച്ച കണ്ണപ്പൻ കണ്ണപ്പ നായനാർ എന്ന പേരിൽ 63 നായന്മാർകളിൽ ഒരാളായി മാറി. യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാത്ത നിഷ്കളങ്കമായ ഭക്തി മാത്രമായിരുന്നു കണ്ണപ്പന് ശിവനോടുണ്ടായിരുന്നത്. കണ്ണപ്പന്റെ കഥ നടന്നത് ശ്രീകാളഹസ്തി പ്രദേശത്തായിരുന്നു എന്നാണ് കരുതുന്നത്. ശ്രീകാളഹസ്തീശ്വര ക്ഷേത്രത്തിന് സമീപമുള്ള മലമുകളിൽ കണ്ണപ്പ നായനാർക്ക് പ്രത്യേകം ക്ഷേത്രമുണ്ട്. കാളഹസ്തി ക്ഷേത്രത്തിന്റെ ദക്ഷിണ ഗോപുരത്തിന്റെ വശത്തായാണ് കണ്ണപ്പ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 380ഓളം പടികൾ കയറി മുകളിലെത്തിയാൽ കണ്ണപ്പന് പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിലെത്താം.